റബ്ബർ മെറ്റീരിയലൊക്കെ യൂസ് ചെയ്തിട്ട് ബേബീസിനൊക്കെ സ്യൂട്ടബിൾ ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഒരു ബേബി ബാൻഡ് മേക്ക് ചെയ്യുന്ന വീഡിയോ ആയിട്ടാട്ടോ ഇന്ന് എത്തിയിരിക്കുന്നത്. എൻ്റെ കയ്യിലുള്ള ഈ ഒരു മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ലപോലെ സ്ട്രെച്ചബിളുമാണ്, അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ്. ബേബി ബാൻഡൊക്കെ ഉണ്ടാക്കാനായിട്ട് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ്. ഇപ്പോൾ ഒട്ടുമിക്ക എല്ലാവരുടെയും ഈ ഒരു മെറ്റീരിയൽ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു മെറ്റീരിയൽ യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് ബാൻഡ് ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ ഞാൻ ബാൻഡിന് വേണ്ടിയിട്ടുള്ള സൈസുകളൊക്കെ ഞാൻ ഈ ഒരു സൈഡിൽ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. ഞാനിപ്പോൾ ചെയ്യുന്നത് ബേബീസിന് വേണ്ടിയിട്ടുള്ളതാണ്. നമുക്ക് കുട്ടികൾക്ക് വേണ്ടിയിട്ടും അഡൽറ്റിന് വേണ്ടിയിട്ടും ഒക്കെ ഈ ഒരു ചെയ്യുന്ന സെയിം മെത്തേഡിൽ ബാൻഡ് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ എല്ലാ സൈസ് ചാർട്ടും നമ്മൾ ഈ ഒരു സൈഡിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ബേബീസിന് വേണ്ടി ചെയ്യുന്നതായതുകൊണ്ട് തന്നെ 6 ഇഞ്ച് വിട്ടും അതുപോലെ തന്നെ 24.5 ഇഞ്ച് ലെങ്ത്തുമുള്ള ഒരു പീസ് ഞാൻ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ല വശം ഉള്ളിലേട്ടായിട്ട് നമ്മൾ നീളത്തിൽ ഇതുപോലെ മടക്കിയിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. രണ്ടാക്കി മടക്കിയിട്ട് ഞാൻ ഒരു 4 ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അടുത്ത് മെഷീൻ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സാധാരണ സൂചിയും നൂലും വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. റണ്ണിങ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. ചിലവരുടെ കയ്യിലൊക്കെ സിംഗിൾ മെഷീൻ ആയിരിക്കും. അപ്പോൾ ചിലപ്പോൾ ഈ ടൈപ്പ് മെറ്റീരിയലൊക്കെ സ്റ്റിച്ച് പിടിക്കാനായിട്ട് ഭയങ്കര പാടായിരിക്കും. അതുകൊണ്ട് തുന്നി കൊടുത്താൽ മതി കേട്ടോ. ഇനി നമ്മൾ ഇതുപോലെ നല്ല വശം പുറത്തോട്ട് ഇതുപോലെ നല്ല വൃത്തിക്ക് തന്നെ എടുക്കാം കേട്ടോ. സിമ്പിളായിട്ട് നമുക്ക് എടുക്കാൻ കിട്ടും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഈ സ്റ്റിച്ച് വരുന്ന ആ ഒരു പോർഷൻ ഉണ്ടല്ലോ, അത് ഇതുപോലെ കറക്റ്റായിട്ട് സെൻറ്റർ ഭാഗത്ത് വരുന്ന പോലെ കൈവച്ചൊന്ന് നമ്മളിങ്ങനെ നീക്കി കൊടുത്തതിന് കറക്റ്റ് നമുക്ക് സെൻറ്റർ ഭാഗത്തായിട്ട് കിട്ടും. ഇതുപോലെ നല്ല പോലെ നമുക്കിങ്ങനെ കൈവച്ചൊന്ന് ഇതാക്കി കൊടുത്താൽ മതി. അപ്പോൾ കറക്റ്റ് ആ സ്റ്റിച്ചിൻ്റെ പോർഷൻ നമുക്ക് സെൻറ്ററിലായിട്ട് കിട്ടും. ഇനി സ്റ്റിച്ചില്ലാത്ത ഭാഗം ഉള്ളോട്ട് പോകുന്ന പോലെ മടക്കിയിട്ട് സ്റ്റിച്ചിങ് പോർഷൻ പുറമേക്ക്, രണ്ട് സൈഡിലും സ്റ്റിച്ചിങ് പോർഷൻ പുറമേക്ക് നിൽക്കുന്ന പോലെ വെച്ചിട്ട് 2 എൻഡിങ് കൂടി നമുക്കൊരു 4 ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. നിങ്ങൾക്ക് ഞാൻ പറയുന്നതിലും കൂടുതലും വീഡിയോ കാണുമ്പോൾ നല്ലപോലെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. അതുകൊണ്ട് തന്നെ മാക്സിമം നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് നല്ലപോലെ ശ്രദ്ധിച്ച് കാണാം കേട്ടോ. ഇനി നമ്മൾ ആ എൻഡിങ് രണ്ടും സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ആ സ്റ്റിച്ച് ചെയ്ത ഭാഗം ഇങ്ങനെ പുറത്തോട്ട് നല്ല വശത്തേക്ക് ആക്കി എടുക്കാം. എന്നിട്ട് ആ ഒരു സ്റ്റിച്ചിങ്ങിൻ്റെ അവിടെ നിന്നിട്ട് നമ്മൾ ഓരോ സൈസ് അനുസരിച്ച് നമ്മൾ നീക്കി ഗ്യാപ്പ് ഇട്ടിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഞാൻ ബേബിയുടെ ആയതുകൊണ്ട് തന്നെ ഒരു 4 ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ട് ഞാൻ ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ സൂചി നൂലും യൂസ് ചെയ്തിട്ടാണ് കേട്ടോ ഇവിടെ സ്റ്റിച്ച് ചെയ്തത്. കാരണം മെഷീനിൽ ചെയ്യുമ്പോൾ സ്റ്റിച്ച് അടക്കം പിടിക്കാത്ത പോലെ തോന്നുന്നുണ്ട്. അപ്പോൾ ഞാൻ മെഷീനിൽ സ്റ്റിച്ച് ചെയ്യാണ്ട് സൂചി നൂല് യൂസ് ചെയ്ത് റണ്ണിങ് സ്റ്റിച്ച് ചെയ്തിട്ട് കുറച്ച് നൂലും സൂചിയും കുറച്ച് ബാലൻസ് വെച്ചിട്ട് കട്ട് ചെയ്ത് കളഞ്ഞില്ല കേട്ടോ. അതങ്ങനെ ബാലൻസ് വെച്ചിട്ട് നമ്മളിത് ഈ വീഡിയോയിൽ കാണുന്ന പോലെ ബോ ഉണ്ടാക്കിയെടുത്തിട്ട് ആ സെയിം സൂചി നൂലും യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ആ ബോയുടെ സെൻറ്ററിലേക്ക് കൂടി ഇങ്ങനെ ചുറ്റിയെടുക്കുക കേട്ടോ. ബോ ഉണ്ടാക്കിയത് എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾ നല്ലപോലെ വീഡിയോ ശ്രദ്ധിച്ച് കണ്ടാൽ നല്ല ക്ലിയർ ആയിട്ട് മനസ്സിലാവും കേട്ടോ. നമ്മൾ ആദ്യം സ്റ്റിച്ച് ചെയ്ത ആ ഒരു പോർഷൻ ഇതുപോലെ ഒന്ന് താഴേക്ക് അമർത്തി കഴിയുമ്പോൾ ശരിക്കും ബോയുടെ ഒരു ഷേപ്പ് കിട്ടും. ജസ്റ്റ് ഒന്ന് ഞെറിഞ്ഞ് നമ്മൾ ആ നൂലൊന്ന് ചുറ്റി കൊടുത്തിട്ട് വേണമെങ്കിൽ സൂചി നൂലും വെച്ചൊന്ന് സ്റ്റിച്ച് ചെയ്ത് സെക്യൂർ ചെയ്തും കൂടിയും വെക്കാം കേട്ടോ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതുപോലെ നമുക്കിപ്പോൾ ബോ സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഒരു ബോയുടെ സെൻറ്ററിലേക്ക് ഒരു ചെറിയ പീസ് കൂടി അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അതിൻ്റെ വിഡ്ത്തും ലെങ്ത്തും കൊടുക്കാം. റൗണ്ട് എത്തുന്നതനുസരിച്ചിട്ടോ. നല്ല സ്ട്രെച്ചബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ ആയതുകൊണ്ട് ഒരു 4 ഇഞ്ചോ 5 ഇഞ്ചോ ലെങ്ത്തിൽ നമുക്ക് അതെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മളത് അതുപോലെ ചുറ്റിലും ഒന്ന് തുന്നി കൊടുക്കുക, ഒട്ടിച്ച് കൊടുക്കുകയൊക്കെ ചെയ്യാവുന്നതാണ് കേട്ടോ. അങ്ങനെ നമ്മളതൊക്കെ ചെയ്ത് സെക്യൂർ ആയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഫൈനലി നമ്മളുടെ ബേബി ബാൻഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. മസ്റ്റായിട്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഒപ്പം നിങ്ങളുടെ ഫീഡ്ബാക്ക് കൂടി അറിയിക്കുക. ഇതുപോലെ അടുത്തൊരു യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ടാറ്റാ ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.